എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ക്ലാസ് എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് എഴുതി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും ടെലഗ്രാം പേജും ഫോളോ ചെയ്യുക. ഏറ്റവും നല്ല കോഴ്സുകളാണ് ചലഞ്ചർ ആപ്പ് നിങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം എന്നും കൂടി നമുക്ക് എന്താണ്, ഇനിയിപ്പോൾ നമുക്ക് ഡിഗ്രി പ്രിലിംസിന് കുറച്ച് സമയം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അല്ലേ. അപ്പം നമുക്കിനി ഒത്തിരി വലിച്ചു വാരി പഠിക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 കേട്ടോ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാർ വന്യജീവി സങ്കേതമാണ് അല്ലെ. പെരിയാർ വന്യജീവി സങ്കേതമാണല്ലേ. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? അത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നോക്കിയേ, 1934 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. 1934 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. ഇനി നോക്കിയേ, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാറാണ്. അപ്പോ മറന്നു പോരുത്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നൽകുന്ന പ്രധാനപ്പെട്ട നോട്ട്സുകൾ നമ്മുടെ ടെലഗ്രാം പേജിൽ ലഭിക്കുന്നതാണ് കേട്ടോ. ചലഞ്ചർ ആപ്പിന്റെ ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് സമയമില്ല, പെട്ടെന്ന് ക്ലാസ് കണ്ടുപോകും, അല്ലെങ്കിൽ നോട്ട്സ് എഴുതാനുള്ള സമയമൊന്നും ഇല്ല എന്നൊക്കെ ആ ഒരു ടെൻഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള PDF-കൾ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം പോലെ കണ്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പം കൃത്യമായിട്ട് ചലഞ്ചർ ആപ്പിന്റെ ടെലഗ്രാം പേജിൽ നോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി നോക്കിയേ, നമ്മൾ എന്താണ് പറഞ്ഞത്? ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇനി നോക്കിയേ, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് എന്താണ്? മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം എന്നാണ് കേട്ടോ. തേക്കടി വന്യജീവി സങ്കേതം എന്നാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് ഏത്? തേക്കടി വന്യജീവി സങ്കേതം. നോക്കിയേ, ലോക ബാങ്ക് ബക്കലി പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ്. നോക്കിയേ, ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതം ഏതാണ്? അത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. 10ാമത്തെ കടുവ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്സ്. ഇനി നോക്കിയേ, പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, പത്തനംതിട്ട. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, പത്തനംതിട്ട. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതമാണ് ഇത്? പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? അത് ഇടുക്കിയും പത്തനംതിട്ടയുമാണ്.
ഇനി നോക്കിയേ, പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? താലൂക്ക് അത് പീരുമേടാണ് കേട്ടോ, പീരുമേട്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേടാണ്. ഇനി നോക്കിയേ, പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950 ഇനി നോക്കിയേ, പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമാണ് ഏത്? 1978. തിരിമറന്നു പോകരുത് കേട്ടോ. പെരിയാറിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 1950. അങ്ങനെയാണെങ്കിൽ 1978 അത് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമാണ് 1978 എന്ന് പറയുന്നത്. നോക്കിയേ, പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണത്? മംഗളാദേവി ക്ഷേത്രമാണ് കേട്ടോ, മംഗളാദേവി ക്ഷേത്രമാണ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് ഏത്? മംഗളാദേവി ക്ഷേത്രം കേട്ടോ, മംഗളാദേവി ക്ഷേത്രം. ഇത് നോക്കിയേ, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അത് 1982 1982 പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 1982. ശ്രദ്ധിച്ചേ, അടുത്ത നോക്കിയേ, പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിലായ വർഷം 1992. 1992. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് ഏത്? 1982. അങ്ങനെയാണെങ്കിൽ 1992 എന്തായിരുന്നു? പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിലായ വർഷമാണ് ഏത്? 1992 എന്ന് പറയുന്നത്. ഇന്ന് നോക്കിയേ, കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അത് വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണത്? സുൽത്താൻ ബത്തേരിയിലാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയിലാണ്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 1982 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1992 എന്തായിരുന്നു? പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിലായ വർഷമാണ് 1992 എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ഏത്? വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ, ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് വയനാട് വന്യജീവി സങ്കേതമാണ്. ഏത് പേരില? ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് വയനാട് വന്യജീവി സങ്കേതമാണ്. ഇനി നോക്കിയേ, നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ ഇത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഇത് നോക്കി, നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഏത് നമുക്കറിയാം അല്ലെ? സൈലന്റ് വാലി. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നോക്കിയേ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് വയനാട് വന്യജീവി സങ്കേതമാണ് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഏതാണെന്ന് നമ്മൾ നോക്കി. ആസ്ഥാനം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം
സുൽത്താൻ ബത്തേരിയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നോക്കിയേ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? വയനാട് വന്യജീവി സങ്കേതം. അപ്പോ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാൽ അറിയണം. ഏതാണ്? വയനാട് വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? അത് സൈലന്റ് വാലിയാണ്. അതുപോലെ തന്നെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഏതാണ്? എവിടെയാണ്? സുൽത്താൻ ബത്തേരിയാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. ഇനി നോക്കിക്കേ, കർണാടകയിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? അത് വയനാട് വന്യജീവി സങ്കേതമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നോക്കിയേ, കർണാടകയിലെ നാഗർഹോള, ബന്ദിപ്പൂർ, അതുപോലെ തന്നെ കർണാടകയിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത്? വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ ആകെയുള്ള വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 ആണ് അല്ലേ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെറിയ ഫോമിലാക്കി, ഏറ്റവും ഷോർട്ട് ഫോം ആക്കിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമുക്കിനിയും കുറച്ച് സമയം മാത്രമേ എന്തിനുള്ളൂ? എക്സാമിനുള്ളൂ. പ്രിലിംസ് വരാനായിട്ട് ഇനി കുറച്ച് ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിനിയും ഒത്തിരി ടൈം ഒന്നും ഇല്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ഷോർട്ടാക്കി എത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമോ അത്രയും എളുപ്പത്തിൽ പഠിച്ചു തീർക്കുക എന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് മുമ്പിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട്, ധാരാളം ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, എഴുതി തന്നെ പഠിക്കുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.